കല്യാണം കഴിഞ്ഞ അന്ന് രാത്രിയിൽ എന്നെ വീഡിയോ കോൾ വിളിച്ച് എന്നെ കാണിച്ചത് എനിക്കങ്ങ് സഹിക്കാൻ പറ്റുന്നതിന്റെ അങ്ങ് അപ്പുറമായി പോയി. കാരണം ഞാൻ ഇറങ്ങി പോയിട്ടാണല്ലോ എനിക്ക് പറ്റിയെന്നുള്ളൊരു വിഷമം എനിക്ക്. നാട്ടുകാരുടെ കളിയാക്കലെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ പൊന്നെ സഹിക്കാൻ പറ്റത്തില്ല ദൈവമേ. അമ്മാതിരി കളിയാക്കപ്പായിരുന്നു എന്നെ കളിയാക്കുന്നത്. നീ എന്ത് കണ്ടിട്ടാ നീ പോയത്? നീ അതില്ലേ ഇതില്ലേ? പുറത്തിറങ്ങി ഡിവോഴ്സാണ്. ആള് വേറെ കല്യാണം കഴിച്ചു. ഞാനും എന്റെ കുഞ്ഞുമായിട്ട് അച്ഛൻ്റെ അമ്മയുടെ അടുത്താണ്. ഇപ്പം പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ തിരക്കാനും എടുക്കാനും ഒന്നും പോയിട്ടില്ല. വിളിക്കാനോ സംസാരിക്കാനോ ഒന്നും പോയിട്ടില്ല. പക്ഷെ എനിക്കൊരു പാഠം കിട്ടി അതിലൂടെ. ഒരാളെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ടല്ലോ, ആ ചതിക്കുന്ന ഫീലിങ്സും ആ ഒരു വേദനയുണ്ടല്ലോ. ഞാനൊരു 3 മാസത്തോളം ഞാൻ ഉറങ്ങിയിട്ടില്ല. ഏറ്റവും കൂടുതൽ എനിക്ക് വിഷമമായെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുടെ കല്യാണം കഴിഞ്ഞ് വേറെ കല്യാണം കഴിഞ്ഞ് 2 മക്കളായി കഴിഞ്ഞാണ് ഞങ്ങൾ ഡിവോഴ്സ് ആവുന്നത്. കല്യാണം കഴിഞ്ഞതിന് ശേഷം ആൾ എന്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞ അന്ന് രാത്രിയിൽ എന്നെ വീഡിയോ കോൾ വിളിച്ച് എന്നെ കാണിച്ചത് എനിക്കങ്ങ് സഹിക്കാൻ പറ്റുന്നതിന്റെ അങ്ങ് അപ്പുറമായി പോയി. കാരണം ഞാൻ ഇറങ്ങി പോയിട്ടാണല്ലോ എനിക്ക് പറ്റിയെന്നുള്ളൊരു വിഷമം എനിക്ക്. നാട്ടുകാരുടെ കളിയാക്കലെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ പൊന്നെ സഹിക്കാൻ പറ്റത്തില്ല ദൈവമേ. അമ്മാതിരി കളിയാക്കപ്പായിരുന്നു എന്നെ കളിയാക്കുന്നത്. നീ എന്ത് കണ്ടിട്ടാ നീ പോയത്? നീ അതില്ലേ ഇതില്ലേ? പുറത്തിറങ്ങാൻ പറ്റത്തില്ല, ഒരു ജോലിക്ക് പോകാൻ പറ്റത്തില്ല. ഇവിടെ അന്ന് എന്റെ കുഞ്ഞിന് 1.5 ആഴ്ചയുള്ളായിരുന്നു. ആ കുഞ്ഞിനെ കൊണ്ട് ഞാൻ വീട്ടിൽ വന്നായിരുന്നു. അപ്പൊ അച്ഛൻ ജോലിക്ക് പോയിട്ട് കൊണ്ടുവരുന്നത് കൊണ്ട് മാത്രം പറ്റത്തില്ലല്ലോ. പിന്നെ അത് മാത്രമല്ല, പിന്നെ അനീതിയുടെ കല്യാണ കാര്യങ്ങളൊക്കെ ആയപ്പോഴത്തേക്കും കടങ്ങളായി, വീട് ലോൺ വെച്ചു. അത് കഴിഞ്ഞ ഞാൻ കരുതി ജോലിക്ക് പോയി തുടങ്ങാം, കുഞ്ഞിനെ കൊണ്ട് തന്നെ. കുഞ്ഞുണ്ടല്ലോ, കുഞ്ഞിനെ നോക്കട്ടെ. എത്രയായാലും ഞാൻ പ്രസവിച്ച കുഞ്ഞല്ലേ. ഒരാളെ ആളും കൊണ്ടുപോയി, ഒരാളെ എന്റെ കയ്യിലും തന്നെ. എനിക്ക് ഒരേ സമയം 2 ദുഃഖം എനിക്ക്. ഒന്ന് എന്റെ കുഞ്ഞു പോയി, 2 എന്റെ ഭർത്താവ് പോയി. 2 പേരും അവരവിടെ. ഞാൻ തട്ടുകട ജോലിക്ക് നിന്നിട്ടുണ്ട്, ഞാൻ പെട്രോൾ പമ്പിൽ ജോലിക്ക് നിന്നിട്ടുണ്ട്, ഞാൻ വെളുപ്പിന് പത്രം ഇടാൻ ഞാൻ പോയിട്ടുണ്ട്. ഞാൻ ചെയ്യാത്ത ജോലി ചുരുക്കും, ഞാൻ കശുവണ്ടി ഫാക്ടറി ജോലിക്ക് പോയിട്ടുണ്ട്. ഞാൻ അവിടുന്ന് പ്ലാറ്റ്ഫോം ചെത്താൻ ഞാൻ പോയിട്ടുണ്ട്. എനിക്ക് ഈ സമയം വരെ ഞാനൊരു 500 രൂപ കൂടുതലുള്ള ഒരു ഡ്രസ്സ് ഞാൻ എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ ഇട്ടിട്ടില്ല. അത് കഴിഞ്ഞ വീട്ടിലെ കാര്യം. എന്റെ വീട് ഇപ്പോഴും ഓലയിട്ട വീടാട്ടോ. ഓലയിട്ട് മറ്റേ കട്ട കിട്ടിയ ആ വീടാ. എന്റെ കൊച്ച് ഈ ടൈലൊക്കെ ഇട്ട വീട്ടിൽ ചെല്ലുമ്പോ എന്റെ മോൻ ചോദിക്കും, അമ്മ ഇതെന്താകുമ്പോ നമ്മുടെ വീട്ടിൽ ഇല്ലാത്ത, നമ്മുടെ വീട് മാത്രം എന്തോമ്പോ ഈ ചാണകം തെളിച്ച് തറയായിട്ടിരിക്കുന്നത്. എന്റെ കുഞ്ഞെന്നോട് ചോദിക്കുന്ന, അമ്മയ്ക്ക് ആരും ഇല്ലെങ്കിലും ഞാനില്ലേ അമ്മയ്ക്ക്? അമ്മ എന്തിനാ വിഷമിക്കുന്നത്? എന്റെ ഇപ്പോഴത്തെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നല്ലൊരു വീട് വേണം. എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. അടച്ചുറപ്പുള്ളൊരു വീട്ടിൽ കിടക്കണം. പഴയ വീടിന് കഥയില്ല, അടച്ചുറപ്പുള്ളൊരു വീട് വേണം. അതെന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം. ഇനി എന്റെ കുഞ്ഞിനെ വളർത്തണം. എന്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് എനിക്ക് ജീവിക്കണം.